ചെയ്യണം. എന്തിനാ ഉസ്താദ് ഇത്ര ദുആ ചെയ്യുന്നേ? എന്തിനാ ഉസ്താദ് ഇത്ര ദുആ ചെയ്യുന്നേ? എടാ പൊന്നാര ചങ്ങാതി, ദുആ ചെയ്താലുള്ള പ്രതിഫലം അറിയോ? നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകും. ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടാകും. ഞാൻ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയും, പടച്ചോനെ സിറാജ് ദുആ ചെയ്യുന്ന റബ്ബേ. ആകാശത്ത് നിൽക്കുന്ന മലക്കുകൾ, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കും, പടച്ചവനെ സിറാജ് ദുആ ചെയ്യുന്ന റബ്ബേ, നീ അവനൊക്കെ പുറത്തു കൊടുക്ക് റബ്ബേ, അവന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്ക് റബ്ബേ എന്നും മലക്കുകൾ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം പരിചയമുണ്ടാകണമെങ്കിൽ നമ്മൾ ദുആ ചെയ്യണം. നമ്മളോ പള്ളിയിലെ ഖതീബ് പാപം ജുമാ നിസ്കാരം കഴിഞ്ഞ് 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോ എവിടെ റോഡിൽ നിൽക്കുന്നുണ്ട്, ജുമായ്ക്ക് പോയതാ വെള്ളിയാഴ്ച. ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഇറങ്ങി ഓടുക. സലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ഓട്ടമാണല്ലോ, ഓട്ട മത്സരമാണല്ലോ. ആരാപ്പ ഇരിക്കണത്? കുറച്ചു പേര് ഇരിക്കാറില്ല, പിന്നെ ചിലരിയ്ക്കും. അവരുടെ ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ സദ്യ ഉണ്ണാനിരിക്കുന്നത് പോലെ ഇങ്ങനെ 2 കാലങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഇരിക്കും. ഒരു കൈ നേരെ പിടിക്കുമോ? ഈ ആമീൻ ഉസ്താദിന് തന്നെ തോന്നും, ഞാൻ ആർക്ക് വേണ്ടി അല്ലാ ഈ ദുആ ചെയ്യണമെന്ന്. കാരണം പള്ളിക്കാട്ടിൽ ഇരിക്കണ പോലെ ആമീൻ പറയുന്ന ശബ്ദം കേൾക്കാറില്ല. ചിലരുടെ കൈ പിടിച്ചിരിക്കണത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഇരിപ്പ ഇങ്ങനെ തറയിലിട്ടിരിക്കുക, ഇങ്ങനെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ. ഒന്ന് ആലോചിക്കുക സഹോദരൻ, നമ്മളെക്കാളും വലിയ മടിയന്മാർ ഈ ലോകത്തുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യണം. എന്തിനാ ഇത്ര മടി കാണിക്കാം? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയ ഇഖ്ലാസ് വേണ്ടേ? എടാ ദുആയ്ക്ക് ചില മര്യാദകളുണ്ട്. ചുമ്മാതെ എല്ലാരും പറയണ കാര്യമാ, ഉസ്താദ് ദുആ ചെയ്തിട്ട് സ്വീകരിക്കണില്ല. ആര് പറഞ്ഞ് സ്വീകരിക്കണില്ല എന്ന്? എടാ ആര് അള്ളാഹുവിനോട് ദുആ ചെയ്താലും 3-4 കാര്യം അള്ളാഹു അവന് കൊടുക്കാതെ വെറും കയ്യോടെ മടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി എത്ര വലിയ കൊള്ളാത്തവനാണെങ്കിലും, എത്ര വലിയ മോശക്കാരനാണെങ്കിലും, ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ് വെറും കയ്യോടെ മടക്കത്തില്ല. ഒന്നുകിൽ നീ ചോദിച്ചത് അള്ളാഹു തരും, ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അള്ളാഹ് തരും. അതല്ലെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ നാളെ പരലോകത്തിലേക്ക് മാറ്റിവെക്കും. അതാണ് ഹദീസ് പറയുന്നത്. നാളെ പരലോകത്ത് ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോ പടച്ചവൻ ഇങ്ങനെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ചില നന്മകൾ കൊണ്ടുവന്നിടും. ഇതെന്താപ്പ ഞാൻ ചെയ്യാത്താണല്ലോ കൊണ്ടിടുന്നത്, ഇതെന്താ പടച്ചവൻ? അപ്പഴാ പറഞ്ഞു കൊടുക്കണത്, നീ ദുനിയാവിൽ വെച്ച് ചെയ്ത ദുആ ഉണ്ടല്ലോ, ആ ദുആയ ഇത്. അന്ന് നീ ചോദിച്ചപ്പോ കിട്ടിയില്ല, അന്ന് നീ ചോദിച്ചപ്പോ ഈ ദുആയ്ക്ക് ഉത്തരം കിട്ടിയില്ല. ഇന്ന് അപ്പം മനുഷ്യൻ പറയൂ അത്രേ, ദുനിയാവിൽ വെച്ച് ചെയ്ത ഒരു ദുആയും സ്വീകരിക്കാതിരുന്നാ മതിയായിരുന്നു, കാരണം ആഖിറത്തിൽ കിട്ടും. അപ്പൊ ഒന്നുകിൽ ദുആ ചെയ്താൽ ദുനിയാവിൽ വെച്ച് തന്നെ നീ ചോദിച്ചത് അല്ലാഹു തരും, അതല്ലെങ്കിൽ 2 ആഖിറത്തിലേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ 3 എന്തെങ്കിലും അല്ലാഹു നിനക്ക് തരും. ചോദിച്ചത് തന്നില്ലെങ്കിലും നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറിനെങ്കിലും അല്ലാഹു തട്ടിമാറ്റും. ഇതാ അല്ലാഹ്, ഇതാണ് പടച്ച റബ്ബ്. പക്ഷെ നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല. ദുആ ചെയ്യുന്നതിന് ചില മര്യാദകളുണ്ട്. ദുആ സ്വീകരിക്കണമെങ്കിൽ ജീവിതത്തിൽ ചെയ്യേണ്ട ചില നന്മകളുണ്ട്. ചുമ്മാതെ ചാടിക്കേറി ഇരുന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചോദിക്കുമ്പോൾ അതിൻ്റെതായ മര്യാദയോടുകൂടി, അതബോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ ഒരടിമയെ പോലെ നിൽക്കണം, യാചിക്കുന്നവനെ പോലെ. പഞ്ചായത്തിൽ പോകും, മുനിസിപ്പാലിറ്റി പോകും, ഗവൺമെന്റ് ഓഫീസുകളിൽ പോകും. എന്നിട്ട് നിൽക്കുന്നത് കാരണം സാറേ സാറേ സാറേ, എന്തൊരു താഴ്മയെന്നറിയോ? എടാ ഒരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടി, എന്തിന് കോവിഡ് വന്നാൽ ഇപ്പൊ എന്തെങ്കിലും മറ്റേ ഇൻസുലിൻ എന്തെടുക്കല്ല, ഇഞ്ചക്ഷൻ എടുക്കാൻ പോവില്ലേ, അവന്റെ മുന്നിൽ പോയി വളയുക. എന്നാൽ നിന്നെ പടച്ച അള്ളാടെ മുന്നിൽ ആ താഴ്മയുണ്ടോ? ഇല്ല, ോട് കാണിക്കുന്നില്ല. ദുആ ചെയ്താ സ്വീകരിക്കണോ? ദുആ ചെയ്താ സ്വീകരിക്കണോ? ഒരു കാര്യം ചെയ്തിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ തള്ളപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ദുആ അല്ലാഹു തള്ളപ്പെടില്ല. ഏത് ദുആ? ഏത് ദുആ? ബിസ്മി പറഞ്ഞുകൊണ്ട് ആരാണോ ദുആ ചെയ്യുന്നത് അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം? ഒന്ന് അവരെ പറഞ്ഞിട്ടുണ്ടോ? തിന്നുമ്പോ പറയണില്ലല്ലോ, പിന്നല്ലേ ദുആ ചെയ്യുമ്പോ.
ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാറുണ്ടോ എന്ത് ബിസ്മി? കൈ കഴുകണില്ലല്ലോ ഉസ്താദെ, പിന്നല്ലേ ആരാടാ ബിസ്മി? മട്ടൻ ബിരിയാണി എടുത്ത് വെണ്ടി വെച്ചിരിക്കുമ്പോ എന്ത് ബിസ്മി? നടന്ന് തിന്നുന്നവൻ, യാചിച്ച് തിന്നുന്നവൻ. നമ്മളൊക്കെ ദുആ ചെയ്യും, അല്ലാഹുവേ മരിക്കണ കാലം വരെ ആരുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരത്തില്ല എന്ന്. ദുആ ചെയ്യൂലേ? ദുആ ചെയ്യൂലേ? എന്നിട്ട് എന്തിനാ കല്യാണ വീട്ടിൽ പോയിട്ട് യാചിക്കണം? ഇപ്പൊ പുതിയ മോഡൽ കണ്ടിട്ടില്ലേ? കല്യാണ വീട്ടിൽ പോകും, എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ തെണ്ടുവാ, ഇങ്ങനെ. കല്യാണ വീട്ടിൽ പോയിട്ട് ഇവിടെ ഉണ്ടോ ബൊഫേ സിസ്റ്റം, എങ്ങനെ പോയിട്ട് തെണ്ടുവാ, ഇങ്ങനെ ഇങ്ങനെ തെണ്ടി തിന്ന. അള്ളാഹു കാക്കമാറാകട്ടെ. അതിന് പോകുന്നവനെ മടല് വെട്ടിയിട്ട് തല്ലണ്ടേ? ഞാൻ പോകാറില്ല അങ്ങനെയുള്ള കല്യാണത്തിന്. എനിക്ക് ഭക്ഷണം മുന്നിൽ കൊണ്ടുവെക്കണം. ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങനെ ഇരക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇബ്ലീസ് ഇങ്ങനെ നിൽക്കുന്ന വീട്ടില്, ഇബ്ലീസ് വീട്ടിൽ ഇങ്ങനെ നിൽക്കും, ഇബ്ലീസിന്റെ മക്കളും നിൽക്കും. അപ്പൊ ഇങ്ങനെ ബിസ്മി പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇബ്ലീസ് പറയും, മക്കളെ വാ, ഇന്ന് ആഹാരം ഉണ്ട്, എല്ലാരും കൂടി പോയിരുന്ന് തിന്നോ. പടച്ചവനെ, നിന്റെ പെണ്ണുമ്പിള്ളയുടെ മക്കളുടെ ഇടയിൽ ശൈത്താനും മക്കളും കയറി ഇരുന്ന് തിന്ന. പിന്നെ എങ്ങനെ? അൽ ജിൻസ് യമീലുൽ ജിൻസ്, ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നല്ലേ. ശൈത്താൻ ഇടയിൽ കയറി ഇരുന്ന് തിന്നുമ്പോ ആ ശൈത്താന്റെ സ്വഭാവം നമുക്കുണ്ടാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്ന ബിസ്മി പറഞ്ഞ് തിന്നാൻ തുടങ്ങിയാലോ ഇബ്ലീസ് പറയും, ഇന്ന് പട്ടിണിയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യ്. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അതുകൊണ്ടാ പറഞ്ഞത്. ഈ അടുത്തൊരു ഉമ്മ പറയുന്നു, ഉസ്താദ് എന്റെ മക്കൾ തമ്മിൽ ശത്രുക്കളെ പോലെ കിടന്നടിക്കുക, കൂടപ്പിറപ്പുകൾ. ഒരു ഉമ്മയുടെ 2 മക്കള്, ജ്യേഷ്ഠനും അനിയനും ശത്രുവിനെ പോലെ തല്ലുക. അതിന്റെ കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഭവനം ഏതെന്നറിയോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീട്? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന്, ആരുടെ വീട്ടിലിരുന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട്ടിലാണ് അള്ളാഹു ഈ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട്. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ചുമ്മാതല്ല വീട്ടിൽ ബദർ യുദ്ധം നടക്കുന്നേ. എങ്ങനെ തിന്നാനാ? അതെങ്ങനെ തിന്നാനാ? പണ്ടങ്ങനെ ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഭാര്യ നോക്കി നിൽക്കും, ബറക്കത്തിന് ഇത്തിരി വെക്കും, അതേ പാത്രത്തിൽ കഴിക്കും, ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കഴിക്കും. ഇന്നോ നിങ്ങൾ ആരെങ്കിലും തിന്നിട്ട് നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്തു വെക്കും. ഓളത് തിന്നൂല. എന്തിനും മക്കൾക്ക് കൊടുക്ക്. എടാ, പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചെറിയ ചട്ടിക്കകത്ത് ചോറും കറിയും എല്ലാം കൂടെ വാരിയിട്ടിട്ട് ഈ സിമെന്റ് കുഴക്കണ പോലെ ഒരു കുഴച്ചിട്ട് ഇങ്ങനെ വാരി തരുമ്പോ ഓടിച്ചെന്ന് ആർത്തിയോടെ തിന്നും. ഞാൻ തിന്നിട്ടുണ്ട്, നിങ്ങളും തിന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു 5-6 വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ച് കുഴച്ചിട്ട് വേണമെന്ന് വെക്കുമ്പോൾ അവൻ പറയും, ഉമ്മ തിന്നോളാൻ, അവൻ തിന്നൂല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് കഴിക്കുക, ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യുക. ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയൂ. ഉസ്താദേ, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ചോദിക്കേണ്ടതുപോലെ നീ ചോദിക്കാത്തത് കൊണ്ടാ. അല്ലാഹുവിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കാത്തത് കൊണ്ടാ. എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നറിയോ? പാപങ്ങളോരോ ഉസ്താദ് പറഞ്ഞു തരികയാ. എങ്ങനെയാണ് പടച്ച റബ്ബിനോട് തൗബ ചെയ്യേണ്ടതെന്നറിയോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? പൊറുക്കന്റെ പാപമാ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോകാർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ
അള്ളാഹുവിനോട് പറയണം, പടച്ചവനെ നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല, നിന്നെപ്പോലെ പൊറുക്കുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല. പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ വന്നുപോയി, ഇതൊക്കെ പടച്ചവനെ ഇബ്ലീസ് ചതിച്ചതാണല്ലോ, പെട്ടുപോയതാണല്ലോ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ചെയ്തു പോയതാ അല്ലാഹുവേ, അഹങ്കാരത്തോടെ ചെയ്തതല്ല. എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാ, എന്നിട്ടും ചെയ്തത് അഹങ്കാരമല്ല അല്ലാ, പറ്റിപ്പോയതാണ് റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ. ോട് ദുആ ചെയ്യണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ പടച്ചറപ്പിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയോ, നീയും നിന്റെ ഭാര്യയും നിന്റെ മാതാപിതാക്കളും നിന്റെ മക്കളും സ്വർഗത്തിലോ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് തൗബ ചെയ്യാൻ പറയുന്നത്? നിങ്ങളെ തൗബയെ പിന്തിപ്പിക്കല്ലോ, നിങ്ങളെ തൗബയെ പിന്തിപ്പിക്കല്ലോ. കാരണമെന്നറിയോ, തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലമെന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് തൗബയെ കുറിച്ച്. പ്രവാചകൻ അവിടുന്ന് തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ജീവിതത്തിൽ ചെയ്തു പോയ പാപം പടച്ചറപ്പിന്റെ മുന്നിൽ ഏറ്റു പറയുന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയോ, മഹാനായ മാഇസ് റളിയല്ലാഹു തആല അൻഹു